ഹലോ ഡിയേഴ്സ്, CBSE സ്ട്രീം അനുസരിച്ച് ഗ്രേഡ് 10, 12 പഠിച്ച വിദ്യാർത്ഥികൾക്ക് അവരുടെ മാർക്ക് ഷീറ്റ്സ് കം സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ഡിജി ലോക്കർ വഴി ആക്സസ് ചെയ്യേണ്ട വിധമാണ്. സ്റ്റെപ്പ് വൈസ് പ്രോസസ്സാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഡിജിറ്റൽ ലോക്കർ അക്കൗണ്ട് കൺഫർമേഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ CBSE services.digilocker.gov.in/activate CBSE എന്നുള്ള URL നിങ്ങൾ വിസിറ്റ് ചെയ്യുക. അത് നിങ്ങൾ ഗൂഗിൾ ക്രോം വഴിയൊക്കെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് അത് വിസിറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ ഇമേജിൽ കാണുന്നത് പോലെ തന്നെ ഒരു വിൻഡോ പ്രത്യക്ഷപ്പെടുന്നതായിരിക്കും. അപ്പോൾ അതിൽ നൽകിയിട്ടുള്ള ഇൻഫർമേഷൻസ്, ഇൻസ്ട്രക്ഷൻസും അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഇതിൻ്റെ ആക്ടിവേഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ടുള്ള ബേസിക് ഇൻഫർമേഷൻ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾ മുമ്പേ തന്നെ റെഡിയാക്കി വെക്കുക. ആ റെഡി ആയതിന് ശേഷം നിങ്ങൾ ഇതിൽ കാണുന്നത് പോലെ തന്നെ ഏറ്റവും താഴെ ഗ്രീൻ കളറിൽ ടാബിൽ കൊടുത്തതുപോലെ തന്നെ ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് അക്കൗണ്ട് കൺഫർമേഷൻ എന്നുള്ള ടാബിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന വിൻഡോയിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഗ്രേഡ്, ക്ലാസ് ഏതാണെന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ സ്കൂൾ കോഡ്, റോൾ നമ്പർ, അതുപോലെ തന്നെ തൊട്ട് താഴെ 6 ഡിജിറ്റ് ആക്സസ് കോഡ് ചോദിക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് സ്കൂൾ വഴി ലഭ്യമാകുന്നതായിരിക്കും. ആർക്കെങ്കിലും ലഭ്യമാകാത്തതുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കൂളുമായിട്ട് കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങളുടെ 6 ഡിജിറ്റ് ആക്സസ് കോഡ് ലഭ്യമാകുന്നതായിരിക്കും. ആ 6 ഡിജിറ്റ് ആക്സസ് കോഡ് നൽകിയതിന് ശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന വിൻഡോയിൽ നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസൊക്കെ നൽകിയിട്ടുണ്ടായിരിക്കും. അതൊക്കെ ഒന്ന് വെരിഫൈ ചെയ്യുക. അതിനുശേഷം എൻ്റർ യുവർ മൊബൈൽ നമ്പർ എന്നുള്ളിടത്ത് നിങ്ങളുടെ 10 ഡിജിറ്റ് മൊബൈൽ നമ്പർ നൽകി അത് സബ്മിറ്റ് കൊടുക്കുക. ആ സബ്മിറ്റ് കൊടുത്താൽ നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP ലഭ്യമാകുന്നതായിരിക്കും. ആ OTP നിങ്ങൾ നെക്സ്റ്റ് വരുന്ന വിൻഡോയിൽ എൻ്റർ ചെയ്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വിൻഡോയിൽ യുവർ ഡിജി ലോക്കർ അക്കൗണ്ട് ഹാസ് ബീൻ ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി എന്നുള്ള ഒരു വിൻഡോ നിങ്ങൾക്ക് പ്രത്യക്ഷമാവുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾ തൊട്ട് താഴെയുള്ള ഗോ ടു ഡിജി ലോക്കർ അക്കൗണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ഡിജി ലോക്കർ അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാവുന്നതാണ്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായി കൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഇഷ്യൂഡ് ഡോക്യുമെൻറ്റ്സ് എന്നുള്ളതിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ്, മാർക്ക് ഷീറ്റ്സ് കം സർട്ടിഫിക്കറ്റ്, അതേപോലെ തന്നെ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും. ഡിജി ലോക്കറുമായി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് വഴി ചോദിക്കാവുന്നതാണ്. മറ്റ് എഡ്യൂക്കേഷൻ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം. താങ്ക്